നമസ്കാരം, ഞാൻ റോഷ്നി GS, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, RRT പരുത്തിപ്പള്ളി. ഞാനൊരു അംഗീകൃത സ്നേക്ക് റെസ്ക്യൂവർ കൂടിയാണ്. കേരളത്തിൽ 100 മുതൽ 120ഓളം ഇനം പാമ്പുകളാണുള്ളത്. ഇവയിൽ എല്ലാ പാമ്പുകളും 90% പാമ്പുകളും അപകടകാരികളല്ലാത്തവയാണ്. എന്നാൽ മനുഷ്യൻ്റെ ജീവന് അപകടമാകുന്ന 5 പാമ്പുകൾ മാത്രമാണ് നമുക്കുള്ളത്. അതായത് ഈ 5 പാമ്പുകൾ എന്ന് പറയുമ്പോൾ ഒഫിയോഫാഗസ് ഹന്ന എന്നറിയപ്പെടുന്ന ഉരകങ്ങളുടെ രാജാവായ കിങ് കോബ്ര, രണ്ടാമത്തെ ആൾ സ്പെക്ടക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന മൂർഖൻ പാമ്പ്, 3 റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, 4 സോസ്കെയിൽഡ് വൈപ്പർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈർച്ചവാളൻ ശൽക്ക അണലി എന്ന് പറയും, ചുരുട്ടമണ്ഡലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. 5ാമത്തേത് കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന ശംഖുവരയൻ, എട്ടടി വീരൻ, വെള്ളിക്കെട്ടൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പാമ്പ്. ഇവർ 5 പേരാണ് ശരിക്കും നമ്മുടെ മനുഷ്യൻ്റെ ജീവന് അപകടകാരികളായ പാമ്പുകൾ. എന്നാൽ ഇതിൽ കിങ് കോബ്ര ശരിക്കും അത്യാവശ്യം പുറത്തോട്ടൊന്നും അധികം ഇറങ്ങി വരാത്ത പാമ്പാണ്. ബൈറ്റ് കേസ് നമുക്ക് കിങ് കോബ്രയുടേത് കുറവാണ്. വനത്തിനുള്ളിലാണ് കൂടുതലായിട്ടും കിങ് കോബ്രയെ കാണപ്പെടുന്നത്. പക്ഷേ ബാക്കി 4 പാമ്പുകൾ, അതായത് നമ്മുടെ മൂർഖൻ പാമ്പ്, വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ്, അണലി, ചുരുട്ടമണ്ഡലി എന്ന് പറയുന്ന പാമ്പുകൾ അത്യാവശ്യം നമുക്ക് ചുറ്റും കാണപ്പെടുന്നവരാണ്. അതിൽ കൂടുതലും ബൈറ്റ് കേസ് ഉണ്ടാവുന്നത് മൂർഖൻ പാമ്പിൻ്റെയും അണലിയുടെയും ശംഖുവരേൻ്റെയാണ്. ചുരുട്ടമണ്ഡലി എന്നറിയപ്പെടുന്ന സോസ്കെയിൽഡ് വൈപ്പർ നമുക്ക് അധികം നമ്മുടെ ജില്ലയിലൊന്നും ഒരുപാട് മറ്റതുപോലെയുള്ള എണ്ണം കാണാറില്ലെങ്കിലും ഇവർ 3 പേരുമാണ് ശരിക്കും നമുക്ക് കൂടുതലായിട്ട് ബൈറ്റ് കേസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കൂടുതലായി എണ്ണത്തിൽ കാണപ്പെടുന്നത് ഇവർ 3 പേരുമാണ്. ഇനി ഇവയെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളെന്ന് പറയുമ്പോൾ മൂർഖൻ പാമ്പ് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന പാമ്പാണ്. പത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഹുഡുള്ള 2 പാമ്പ് മാത്രമാണുള്ളത്. ഒന്ന് രാജവെമ്പാലയും ഒന്ന് മൂർഖൻ പാമ്പുമാണ്. അതിൽ രാജവെമ്പാല അധികം പുറത്തോട്ട് കാണാത്തത് കൊണ്ടും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് വലുതാണ്, നമുക്കറിയാം. 8 മുതൽ 20 അടിയോളം നീളമുള്ള പാമ്പാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് രാജവെമ്പാല എന്ന് പറയുന്നത്. രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ മരണം വരെ സംഭവിക്കാമെന്നാണ്. നമുക്ക് ആൻറ്റിവെനം ഇന്ത്യയിൽ ലഭ്യമല്ല. തായ്ലൻഡിൽ ആൻറ്റിവെനം ലഭിക്കുന്നുണ്ട്. പക്ഷേ മൂർഖൻ പാമ്പെന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളെപ്പോഴും കാണുന്നതാണ്. മൂർഖൻ പാമ്പിൻ്റെ പത്തിയുടെ പുറകിലായിട്ട് ഒരു സ്പെക്ടക്കിൾഡ് മാർക്കുണ്ട്. അതായത് നമ്മുടെ ഒരു ഷേപ്പിലുള്ളൊരു മാർക്കുണ്ടാവും പത്തി എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് സ്പെക്ടക്കിൾഡ് മാർക്കുള്ളത് കൊണ്ടാണ് ശരിക്കും സ്പെക്ടക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്നത്. പിന്നെയുള്ള നമുക്ക് റസൽസ് വൈപ്പറാണ്. അണലി എന്ന് പറയുമ്പോൾ അണലിയുടെ ഒരു ദബോയ്യ റസലി എന്ന് പറയും. അതായത് പതുങ്ങിക്കിടക്കുക. ദബോയ്യ മീൻസ് നമ്മൾ അമങ്ങിക്കിടക്കുന്നതാണെന്ന് പറയും. അപ്പോൾ അണലി എപ്പോഴും ഒരിടത്ത് പതുങ്ങി വളരെ സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു പാമ്പാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കാൻ സാധ്യത ഉള്ള ഒരു പാമ്പാണ് അണലി എന്ന് പറയുന്നത്. അണലി ഒരു മണ്ണിൻ്റെ കളറാണ്. നമ്മുടെ മണ്ണിൻ്റെ കളറിൽ കറുത്ത വലിയ വട്ടം ആണ് അതിൽ അതിൻ്റെ ശരീരം മുഴുവനും കറുത്ത വലിയ വട്ടം ഉണ്ടാവും അണലിയെ തിരിച്ചറിയാനായിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കോമൺ ക്രൈറ്റ് എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ ബ്ലാക്ക് കളർ, എണ്ണക്കറുപ്പ് നിറത്തിൽ ഡബിൾ ലൈൻസ് ആണ്. ഈ വെള്ള കളറിലുള്ള കറുപ്പിൽ വെള്ള വരകളോട് കൂടിയ പാമ്പാണ് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത്. അതിൻ്റെ തല വളരെ ചെറുതായിരിക്കും. നമ്മുടെ അത്യാവശ്യം ഒരു ചെറിയ ചേരയുടെ അത്രയും വലിപ്പം ഉണ്ടാവും. ശരീരത്തേക്കാൾ ചെറിയ തലയായിരിക്കും. അതിൻ്റെ തല ഒരു ഓവൽ ഷേപ്പിലുള്ള തലയായിരിക്കും. കഴുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം വരെ ഒരു കട്ടിയുള്ള ചെറിയ വെള്ള വരയായിരിക്കും. അത് ഡബിൾ ലൈൻസ് ആയിട്ടായിരിക്കില്ല, ഒരു ഒറ്റ ലൈനായിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം വന്നതിന് ശേഷമാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് 2 വരയായിട്ട് നമുക്ക് ഡബിൾ ലൈൻസ് ആയിട്ട് വെള്ള വരകൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഇവരുടെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എങ്കിലും നമ്മൾ റെസ്ക്യൂസിനൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ സ്ഥിരം കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇവരെ തിരിച്ചറിയാനായിട്ട് കഴിയും. പാമ്പ് ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു പാമ്പ് നമ്മുടെ വീടിനുള്ളിലേക്ക് അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിച്ച് ഓടുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഭയപ്പെട്ട് ഓടേണ്ട കാര്യമില്ല. നമ്മൾ
കുറച്ച് ദൂരം അതിനെ ഏത് പാമ്പാണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെന്നില്ല. എന്നിരുന്നാലും കുറച്ച് ദൂരം മാറി നിന്ന് ഒന്ന് വീക്ഷിക്കുക. ഈ പാമ്പ് എവിടെയാണ് കയറിയിരിക്കുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് അകലം പാലിച്ച് ഒന്ന് നീങ്ങി നിന്ന് വീക്ഷിച്ചാൽ മതിയാവും. കാരണം നമ്മളെ കാണുമ്പോൾ ഒരു പ്രസൻസ് അറിയുമ്പോൾ പാമ്പും ഭയക്കുന്നുണ്ട്, പാമ്പിനെ കാണുമ്പോൾ നമ്മളും ഭയക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ്, അതും രക്ഷപ്പെടാനാണ് അപ്പോൾ ആദ്യം ശ്രമിക്കുന്നത്, അല്ലാതെ നമ്മളെ ഓടി വന്ന് അറ്റാക്ക് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളത് എവിടെയാണ് കയറിയിരിക്കുന്നത് എന്ന് ഉറപ്പായിട്ടും ഒന്ന് മാറി നിന്ന് വീക്ഷിക്കണം. ഇനി പാമ്പ് എവിടെയെങ്കിലും കയറിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇരുണ്ട സ്പേസിൽ അത് ചുരുണ്ടുകൂടിയിരിക്കും. അപ്പോൾ ഇത് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീക്ഷിക്കുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് വനം വകുപ്പിനെ വിവരം അറിയിക്കണം. നമുക്ക് വനം വകുപ്പ് കേരളത്തിൽ 3600ഓളം ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്. ഏത് സമയം വിളിച്ചാലും അവർ സജ്ജരാണ്. അപ്പോൾ തന്നെ സ്ഥലത്തെത്തി നമുക്ക് പാമ്പിനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് മാറ്റും. അതിനായി സർക്കാരും വനം വകുപ്പ് കൂടി ചേർന്നിട്ട് സർപ്പ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്നേക്ക് അവെയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു അത്യാവശ്യത്തിന് 108 ആംബുലൻസിനെ വിളിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സർപ്പ. സർപ്പയുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് അതിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ലൈസൻസ്ഡ് വോളണ്ടിയേഴ്സിൻ്റെ നമ്പർ കൃത്യമായിട്ടുണ്ടാവും. അതിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വോളണ്ടിയർ ആരാണോ ആ ആളുടെ നമ്പറായിരിക്കും ആദ്യമായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ ആളിനെ ഉടൻ തന്നെ വിളിച്ച് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ആൾ വന്ന് പാമ്പിനെ സ്ഥലത്തു നിന്നും റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരും. പാമ്പുകൾ കാണപ്പെടുന്നത് വനത്തിനുള്ളിൽ മാത്രമല്ല. പാമ്പുകളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനങ്ങൾ മാത്രമല്ല, നമുക്ക് ചുറ്റും പാമ്പുകളുണ്ട്. നമ്മൾ മനുഷ്യർ ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എലികളുണ്ടാവും, അവിടെയെല്ലാം പാമ്പുകളുണ്ടാവും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പാമ്പുകളുടെ മാളങ്ങൾ അല്ലെങ്കിൽ പാമ്പുകൾ സ്വയം അവരുടെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയെടുക്കാറില്ല. ശരിക്കും എലികളുടെ മാളങ്ങളാണ് പാമ്പുകളുടെ മാളങ്ങൾ, അല്ലെങ്കിൽ അവിടെയാണ് അവർ താമസിക്കുന്നത്, കല്ലുകെട്ടിനുള്ളിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയിൽ എവിടെയായാലും ഉറപ്പായിട്ടും പാമ്പുകൾ ഉണ്ടായിരിക്കും. അവരുടെ സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മുടെ വീട്ടിൽ എലി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പാമ്പ് അതിന് ചുറ്റും എവിടെയെങ്കിലും ഉണ്ടാകും. കാരണം അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, അതിൻ്റെ ആഹാരം എന്ന് പറയുന്നത് എലിയാണ്. അതിനെ പിടിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ആ എലിയുടെ പുറകെ ഉറപ്പായിട്ടും പാമ്പ് വരും. ശീതരക്തമുള്ള ഉരഗങ്ങളാണ് പാമ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് തണുപ്പ് അത്യാവശ്യമാണ്. അതികഠിനമായ ചൂട് സഹിക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും മനുഷ്യർക്ക് താങ്ങുന്നതിലും വലിയ ചൂടാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലൊക്കെ ഭയങ്കര ചൂടാണ്. മഴ ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് അതിലും വലിയ പ്രശ്നമാണ്. കാരണം ചെറിയ മഴ എന്ന് പറയുമ്പോൾ അത് വീണ്ടും ചൂടിൻ്റെ കാഠിന്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ കല്ലുകെട്ടുകൾക്കിടയിൽ, കരിങ്കൽ കെട്ടുകൾക്കിടയിലൊക്കെയാണ് പാമ്പ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കരിങ്കൽ കെട്ടുകൾക്കിടയിൽ ചൂട് കൂടുമ്പോൾ ഈ കരിങ്കല്ല് തന്നെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചൂടൊന്നും സഹിക്കാനുള്ള അത്രയും കെൽപ്പ് ശരിക്കും പാമ്പിനില്ല. അപ്പോൾ അവർ പുറത്ത് തണുപ്പ് തേടിയാണ് ഇറങ്ങി വരുന്നത്. വീടിനുള്ളിൽ തലേണയുടെ അടിയിലും ചെടിച്ചട്ടികൾക്കുള്ളിലും അതുപോലെ ശുചിമുറിയിലും അടുക്കളയിലുമൊക്കെ അവർക്ക് തണുപ്പ് കിട്ടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും അവരുടെ സുരക്ഷ ഉറപ്പാക്കും.